Good morning, students. നമ്മുടെ ട്രിഗണോമെട്രിയിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഗ്രി മെഷർമെന്റിന്റെ ഡിഫറെന്റ് ഫ്രാക്ഷൻസ്, അതായത് മിനിറ്റ്, സെക്കൻഡ്സ് എന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിഗ്രി മെഷർമെന്റിന് പകരം എമൗണ്ട് ഓഫ് റൊട്ടേഷൻ എന്നുള്ള രീതിയിൽ മറ്റൊരു മെഷർമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് റേഡിയൻ മെഷർമെന്റ്. അത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർക്ക് ലെങ്ത്, അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആർക്ക് ലെങ്ത്, ഒരു ആർക്ക് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ച് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം ഡിഗ്രി മെഷർമെന്റും റേഡിയൻ മെഷർമെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. എന്താണ് റേഡിയൻ മെഷറും എന്താണ് ആർക്ക് ഡിഗ്രി മെഷർമെന്റും തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ജിയോജിബ്ര അപ്ലെറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ചിത്രത്തിൽ ഒരു സർക്കിൾ, യൂണിറ്റ് സർക്കിൾ കൊടുത്തിട്ടുണ്ട്. റേഡിയസ് 1 യൂണിറ്റ് ആണ്. അത് കൂടാതെ ഇതിൽ ഒരു പോയിന്റ്, ആ സർക്കിളിന്റെ മേലെ ഒരു പോയിന്റ് ബി എന്നൊരു പോയിന്റ് ഉണ്ട്. ആ ബി എന്ന പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ആർക്ക്, റെഡ് കളറിൽ ഒരു ആർക്ക് ഇവിടെ കാണാം. എ ബി എന്നൊരു ആർക്ക് കാണാം. അതോടൊപ്പം തന്നെ അതിനൊരു എമൗണ്ട് ഓഫ് റൊട്ടേഷൻ ഇവിടെ സെൻട്രൽ ആംഗിൾ, എന്നിട്ട് നമുക്ക് സെൻട്രൽ ആംഗിൾ എന്ന് വിളിക്കാം. ഈ സെൻട്രൽ ആംഗിൾ, അതായത് ഒറിജിനിൽ ഉണ്ടാക്കുന്ന സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ, ദാറ്റ് ഇസ് സെൻട്രൽ ആംഗിൾ. അതോടൊപ്പം തന്നെ ഈ ആർക്ക് ലെങ്ത്തിന് മൂവ് ചെയ്യുമ്പോൾ ഈ ആർക്ക് ലെങ്ത് വലുതായി വരുന്നതിനനുസരിച്ച് താഴെ ഒരു ലൈൻ സെഗ്മെന്റ് കൂടെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഒരേ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ ആർക്ക് ലെങ്ത് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അത് വർദ്ധിക്കുന്നുണ്ട്. പിന്നീട് അത് ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് അതിന്റെ വ്യത്യാസം കാണാൻ പറ്റും. ഇനി എന്താണ് റേഡിയൻ മെഷർമെന്റ്? ഇപ്പൊ ഇവിടെ ഞാൻ ഡിഗ്രി സെന്ററിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിള് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് റേഡിയൻ മെഷറിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് റേഡിയൻ മെഷർ എന്ന് കണ്ടുപിടിക്കണല്ലോ. ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ പോയിന്റർ, ഈ കാണുന്ന പോയിന്റർ ഈ പോയിന്റിൽ എത്തുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അതിലൊരു ഇൻഫറൻസ് കിട്ടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചിത്രത്തിൽ നിന്ന് എന്താണ് റേഡിയൻ, ഒരു റേഡിയൻ എന്ന മെഷർമെന്റ് എന്താണ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ ജിയോജിബ്ര അപ്ലെറ്റ് വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സീറോയിലേക്ക് വരുന്നതിനനുസരിച്ച് പോയിന്റർ എവിടേക്ക് പോകുന്നുണ്ട്? സീറോയിലേക്ക് പോകുന്നുണ്ട്. വീണ്ടും ഞാനതങ്ങനെ മൂവ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിൽ ഇങ്ങനെ പോയിട്ട് എയിലെത്തുന്നു. എയിലെത്തുമ്പോൾ സെൻട്രലിൽ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ ഈ ആംഗിൾ 1 റേഡിയൻ എന്ന് പറയുന്നത് എന്താണ്? ഈ കാണുന്ന ആർക്ക് ലെങ്ത്തും ഈ ലൈൻ സെഗ്മെന്റും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ആർക്ക് ലെങ്ത്തും ഈ ലൈൻ സെഗ്മെന്റും തുല്യമാണ്. ഈ ലൈൻ സെഗ്മെന്റ് തുല്യമാണെങ്കിൽ ഈ ലൈൻ സെഗ്മെന്റ് ഏതിന് തുല്യമാണ്? ഇതിന്റെ മെഷർമെന്റ് എത്രയാണ്? യെസ്, ഇതിന്റെ റേഡിയസിന് തുല്യമാണ്, അല്ലെ? ഇതാണല്ലോ റേഡിയസ്. അപ്പൊ റേഡിയസിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഈ ആർക്ക് ലെങ്ത്തും ഈ റേഡിയസും തുല്യമാണ്. അപ്പോൾ റേഡിയസും ആർക്ക് ലെങ്ത്തും തുല്യമായി വരുമ്പോൾ അത് സെൻട്രൽ ഉണ്ടാകുന്ന ആംഗിളാണ് 1 റേഡിയൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 1 റേഡിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് സെന്റർ ബൈ എൻ ആർക്ക് ഓഫ് ലെങ്ത് r യൂണിറ്റ്. ഇവിടെ ഒരു യൂണിറ്റ് ആയതുകൊണ്ടാണ് ഇത് ഒരു യൂണിറ്റ് ആയത്. ഇതിപ്പോ ഒരു യൂണിറ്റ് ആണ്. അതേസമയം റേഡിയസ് r ആണെങ്കിൽ ഏതായാലും വേണ്ടില്ല, റേഡിയസ് r യൂണിറ്റ് ആണെങ്കിലും ലെങ്ത് r ആയാലും മതി. അപ്പോൾ അതുണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ ആണ് 1 റേഡിയൻ. ഓക്കെ, ഇനി നമുക്ക് ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കണം. എന്തൊക്കെ നോക്കാം. നമുക്കിപ്പോ 1 റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 റൊട്ടേഷൻ ഈ ഡിഗ്രി മെഷർമെന്റും റേഡിയൻ മെഷർമെന്റും തമ്മിലൊരു കണക്ഷനാണ്. 1 റൊട്ടേഷൻ ഈക്വൽ ടു 360 ഡിഗ്രി നമുക്കറിയാം. അത് മൊത്തം ചുറ്റളവിൽ എത്ര ഇതേപോലുള്ള റേഡിയസ് ഉണ്ട് നോക്കിയാൽ മതിയല്ലോ. കംപ്ലീറ്റ് സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr. അതിൽ എത്ര r ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്രയും റേഡിയൻ ആണ് ഇവിടുത്തെ ഉള്ളിലുള്ള മെഷർമെന്റ്. അപ്പൊ ഇവിടെ r ഒരു യൂണിറ്റ്, ഇവിടെ അടുത്തൊരു r, പിന്നെ ഒരു r, അങ്ങനെ എത്ര r ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 2πr നമ്മൾ r കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ദാറ്റ് വി ഗെറ്റ് 2π റേഡിയൻ. അപ്പൊ ടോട്ടൽ 2π റേഡിയൻ ആണ് 360 ഡിഗ്രിക്ക് ഈക്വലന്റ് ആയിട്ടുള്ളത്. സോ പൈ റേഡിയൻ എന്ന് പറയുന്നത്, റേഡിയന് നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, സി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വെറുതെ റേഡിയൻ എഴുതിയാലും മതി. സോ പൈ റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും.
സെൻട്രൽ ആംഗിൾ ഈസ് 1 റേഡിയൻ. ഇപ്പോൾ സെൻട്രൽ ആംഗിൾ 1 റേഡിയൻ ആണ്. ഇനി നമ്മളിത് മൂവ് ചെയ്യുമ്പോൾ റേഡിയൻ മെഷർമെന്റ് മാറി മാറി വരും. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ 90 ഡിഗ്രി ആണല്ലോ. ഈ 90 ഡിഗ്രിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള റേഡിയൻ മെഷർമെന്റ് എന്താണ്? π/2 റേഡിയൻ ആണ്, അല്ലെങ്കിൽ 1.57 റേഡിയൻ. അപ്രോക്സിമേറ്റ്ലി 1.57 ആണ്. ദാറ്റ് ഈസ് കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ π/2. ഇപ്പൊ ഈ ലെങ്ത് ആണല്ലോ, π/2 റേഡിയൻ ആണ്. So the length, the central angle here it is, that is 90 degree is equivalent to π/2. അപ്പൊ ഇത് ഈ റിസൾട്ടിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. π/2 എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതി, that is 90 degree. ഇനി വീണ്ടും നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇവിടെ വരുമ്പോൾ എത്രയായിരിക്കും ആംഗിൾ? സ്വാഭാവികമായിട്ടും π റേഡിയൻ ആണ് അല്ലേ. π റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത റിസൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുമ്പോഴോ, ഇത്ര വരുമ്പം എത്രയായിരിക്കും? സോ ഇറ്റ് ഈസ് 3π/2. സോ 270 ഡിഗ്രി ഈസ് ഇക്വലന്റ് ടു 3π/2. അങ്ങനെയാണെങ്കിൽ ഫുൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുക 2π റേഡിയൻ ആണ്. സോ 2π റേഡിയൻ ആണ് ഇതിന്റെ ഫുൾ റൊട്ടേഷൻ. അപ്പോൾ 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2π റേഡിയൻ എന്ന് കിട്ടി. π റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. This one is which is equivalent to 2π is approximately equal to 6.28. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെൻട്രൽ ആംഗിൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഇത് പ്രകാരം നമുക്ക് 30 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി ഇങ്ങനെ നമുക്ക് പരിചയമുള്ള കുറെ അളവുകൾ, 120 ഡിഗ്രി ഒക്കെ നമുക്ക് എത്ര റേഡിയൻ മെഷർമെന്റ് ആണെന്ന് നമുക്ക് ഈ അപ്ലറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ ഞാൻ റേഡിയൻ മെഷർമെന്റ് വരും ഡിഗ്രി മെഷർമെന്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇത് വെച്ചിട്ട് ഈ അപ്ലറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മളിനി എങ്ങനെയാണ് ഇതിന്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുന്നത് കൂടി ഒന്ന് നോക്കാം. ആർക്ക് ലെങ്ത് എന്താണ്, എങ്ങനെയാണ് ഇതിൽ നിന്ന് ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുക? ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് ആർക്ക് ലെങ്ത് എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ നമുക്ക് ആർക്ക് ലെങ്ത് ഓഫ് ആർക്ക് കണ്ടുപിടിക്കാം? ഇതിപ്പോ ഞാൻ ഈ ആംഗിള് നേരത്തെ പറഞ്ഞ പോലെ മൂവ് ചെയ്തു. ഇതിന്റെ ഈ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് അപ്ലറ്റ് വെച്ച് ഇത് കൃത്യമാണ് എത്രയാണോ ഈ അളവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് എങ്ങനെ അതൊരു ഫോർമുല ഉണ്ടാക്കാൻ പറ്റും? ഓൾജിബ്രിക് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ലെറ്റ് us കൺസിഡർ L is the length of arc. സെൻട്രൽ ആംഗിൾ നമുക്കറിയാം അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? സെൻട്രൽ ആംഗിൾ ഫോർ വൺ റൊട്ടേഷൻ എന്ന് പറയുന്നത് 2π റേഡിയൻ ആണ്. എന്ന് പറഞ്ഞാൽ if the central angle is 2π then arc length is equal to 2πr. സെൻട്രൽ ആംഗിൾ 2π ആണെങ്കിൽ അതിന്റെ റേഡിയസ് r ആണെങ്കിൽ എന്താണ്? ആർക്ക് ലെങ്ത് ഈസ് 2πr അല്ലേ? അങ്ങനെയാണ് നമുക്ക് പറയൂടെ ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു സെൻട്രൽ ആംഗിൾ ഫോർ 1 റേഡിയൻ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് r ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ തീറ്റ ആണെങ്കിലോ ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു r into തീറ്റ. അപ്പോൾ ആർക്ക് ലെങ്ത് L ഈസ് ഈക്വൽ ടു r into തീറ്റ എന്നാണ് റിസൾട്ട്. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ആർക്ക് ലെങ്ത് L ഈക്വൽ ടു r into തീറ്റ. അത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്, ബട്ട് സ്റ്റിൽ ഒന്നുകൂടി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി റേഡിയൻ മെഷർമെന്റ് കറസ്പോണ്ടിങ് ടു ദിസ് വൺ. ചേഞ്ച് ചെയ്യണം. അപ്പൊ 30 ഡിഗ്രി അതുപോലെ -47 ഡിഗ്രി 45 മിനിറ്റ്സ്. We know that the result 180 degree is equal to pi radian, that is 1 degree is equal to pi by 180 radian. Okay, so ഒന്നാമത്തെ ചോദ്യം 30 degree is equal to 30 into, അപ്പോൾ 1 degree is equal to pi by 180 radian ആണെങ്കിൽ 30 degree equal to 30 into pi by 180 which is equal to pi by 6 radian. അപ്പോൾ 30 degree is equivalent to pi by 6. അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട ആംഗിളുകളുടെ ഒക്കെ റേഡിയൻ മെഷർമെന്റ് പഠിച്ചു വെക്കുക. 30 ഡിഗ്രി is equivalent to pi by 6. അങ്ങനെയാണെങ്കിൽ 45 ഡിഗ്രി നിങ്ങൾ കണ്ടുപിടിക്കുക, 60 ഡിഗ്രി നിങ്ങൾ കണ്ടുപിടിക്കുക, അതുപോലെ 90 ഡിഗ്രി ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട ആ ആംഗിളുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ -47 ഡിഗ്രി 45 മിനിറ്റ്സ്. സോ വിച്ച് ക്യാൻ ബി സ്പ്ലിറ്റ് ആസ് -47 പ്ലസ് 45 by 60. ഡിഗ്രി മെഷർമെന്റിലേക്ക് മാറ്റുമ്പോൾ 45നെ നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. So this one is equal to -47.75 degree, which is equal to -47.75 degree into pi by 180 radian. Okay. Now similar, in the same way, we had to
change the following into degree measurements. First one is 5 pi by 3 and the second one is 11 by 16. ഒന്നാമത്തെ നോക്കാം. We know that pi radian is equal to 180 degree. That is 1 radian is equal to 180 degree by pi degree. 180 by pi degree. ഇനി നമുക്ക് ഇപ്പോൾ തന്നിട്ടുള്ളത് റിയൽ നമ്പേഴ്സ് ആണ്. ഇതൊരു റിയൽ നമ്പറാണ്, ഇതൊരു റിയൽ നമ്പറാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഈ റേഡിയൻ മെഷർമെന്റ് തന്നിട്ടുള്ളതൊക്കെ ഇതൊക്കെ റേഡിയൻ മെഷർമെന്റ് ആണ്. റേഡിയൻ മെഷർമെന്റ് ഈസ് ഇക്വലന്റ് ടു റിയൽ നമ്പേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ എക്സ് ആക്സിസിൽ ആ റേഡിയൻ മെഷർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പൈ റേഡിയൻ 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 റേഡിയൻ ഇസ് ഇക്വൽ ടു പൈ 180 ബൈ പൈ ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ ചോദ്യത്തിന് 5 പൈ ബൈ 3 ഇസ് ഈക്വൽ ടു ദിസ് വൺ, സോ 300 ഡിഗ്രി. രണ്ടാമത്തെ ചോദ്യം ഇതേപോലെ 11 ബൈ 16 ഇസ് ഈക്വൽ ടു 495 ബൈ 4 പൈ. ഓക്കെ, ഇനി വേറൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. എ വീൽ മേക്സ് 360 revolutions in 1 minute. Through how many radians does it turn in 1 second? ചോദ്യം മനസ്സിലായല്ലോ. ഒരു വീല് 360 റെവല്യൂഷൻ ആണ് ഇൻ 1 minute. അതിന് നമ്മൾ പറയാം RPM എന്നാണ്. സാധാരണ മോട്ടോർ, ഇലക്ട്രിക് മോട്ടോറിലും മറ്റുള്ള ഇതിലെല്ലാം മെഷീൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന RPM എന്നാണ്. ഫാനിലൊക്കെ നമുക്കറിയാം RPM എത്രയാണ്. അപ്പൊ ഇവിടെ അതേപോലെ 360 RPM ഉള്ള ഒരു വീലാണ്. അങ്ങനെയാണെങ്കിൽ എത്ര റേഡിയൻസിലാണ് അത് ഒരു സെക്കൻഡിൽ ടേൺ ചെയ്യുക എന്നാണ് ചോദ്യം. എത്ര റേഡിയൻ ടേൺ ചെയ്യുന്നുണ്ട്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 പൈ റേഡിയൻ ആണ് അല്ലേ? അപ്പോ 360 റെവല്യൂഷൻ എത്രയാണോ അതാണ് ആൻസർ. സോ ഇൻ 1 minute the amount of revolutions equal to 360 into 2 pi radians. അപ്പോൾ amount of revolution in 1 second എന്ന് പറയുന്നതോ 360 into 2 pi divided by 60 radians ആണ്, which is equal to 12 pi radians ആണ്. So this is the answer. അപ്പോൾ എത്ര റൊട്ടേഷൻ വന്നു ഒരു സെക്കൻഡിൽ? 2 പൈ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്കതിൽ ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. If two circles are of same length subtend angles 60 degree and 75 degree at the center, find the ratio of their radii. Radii means റേഡിയസിന്റെ പ്ലൂറലാണ്. ഇവിടെ 60 ഡിഗ്രിയും ഒരു സർക്കിളിൽ 60 ഡിഗ്രി. അപ്പൊ ഇതിന്റെ ചിത്രം എങ്ങനെ വരും? സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്നത് 60 ഡിഗ്രിയാണ് ഒരു സർക്കിളിൽ, മറ്റൊരു സർക്കിളിൽ 75 ഡിഗ്രി. പക്ഷെ ആർക്ക് രണ്ടും സെയിം ആണ്, ഒരേ ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ എന്തെന്നാണ് ചോദ്യം. നമുക്കൊരു ചിത്രം വരച്ചു നോക്കാം. ഈ ചിത്രത്തിൽ ഒന്നാമത്തെ സർക്കിളിൽ 75 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ. അതുണ്ടാക്കുന്ന ആർക്ക് BC, സെന്റർ ക്യാപിറ്റൽ E. രണ്ടാമത്തെ സർക്കിളിൽ സെന്റർ P ആണ്. അതുണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രിയാണ്. ആർക്ക് ഈസ് QR. അങ്ങനെയാണെങ്കിൽ QRും BCയും തുല്യമാണ് എന്നാണ് തന്നിട്ടുള്ളത്. സെയിം ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തുല്യമാണ്. അതുണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ ഒന്ന് 60 ഡിഗ്രി ആണെങ്കിൽ മറ്റേ 75 ഡിഗ്രിയാണ്. അപ്പൊ ഇതിന്റെ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. Let us consider angle θ1 is equal to 60 degree and θ2 is equal to 75 degree. Corresponding radii are R1 and R2. Since the length of the arcs are equal, we write and R1 into θ1 is equal to R2 into θ2. Remember that the length of arc is equal to R1 into θ1 and second one length of arc is equal to R2 into θ2. So the answer is R1 by R2 equal to θ2 by θ1. അപ്പൊ ഇത് റിവേഴ്സ്ഡ് ആയി. റേഡിയസിന്റെ റേഷ്യോ എടുക്കുമ്പോൾ ആംഗിളിന്റെ റിവേഴ്സ്ഡ് ആണ് റേഷ്യോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ ദി ആൻസർ ഈസ് എത്രയാ? 5/4. സോ ഇതാണ് ഇതിന്റെ ആൻസർ. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. വീണ്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ആവർത്തിച്ച് കാണുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളുടെ എക്സസൈസ് നമ്പർ 3.1 കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ.